അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇപി എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, ക്രിസ്താബ്ദം 574 ജനിച്ചു. അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? ഹുജ്റത്തു ഷരീഫയിലാണ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ സഹനമാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രതിനിധി സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, അതുപോലെ അബു ഖുഹാഫ എന്ന ഉസ്മാൻ. അപ്പോൾ ഏതാണ് ഒന്നാമത്തേതിനോട് യോജിച്ചത്? ക്രിസ്താബ്ദം 584 ജനിച്ചു. അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അപ്പോൾ അതെടുത്ത് അവിടേക്ക് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ എവിടെയാണ്? ഹുജ്റത്തു ഷരീഫയിലാണ്. അപ്പോൾ ഹുജ്റത്തു ഷരീഫയിലാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത്, ജുമാദൽ ഉഖ്റ 22 സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പോൾ ഇവിടെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത്, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരാണ്? സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബു ഖുഹാഫ എന്ന ഉസ്മാൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം, അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇനി ആറാമത്തത്, ഖലീഫ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? പ്രതിനിധി. അപ്പോൾ അവിടെ പ്രതിനിധി എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏഴാമത്തതാണ് അവസാനത്തത്, ഉൽ അസുമുകളുടെ പ്രധാന ഗുണം എന്താണ്? സഹനമാണ്. അപ്പോൾ അവിടെ സഹനമാണ് എന്നുള്ളതാണ് ഏഴാമത്തത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, 2 വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ആരൊക്കെയാണ്? ഒന്നാമത്തത് ഖുതൈല ബിൻത്ത് അബ്ദുൽ ഉസ്സ, അതുപോലെ ഉമ്മു റുമാൻ ബിൻത്ത് ആമിർ. അപ്പം ഇവരെയാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ. രണ്ടാമത്തെ ചോദ്യം, കള്ളപ്രവാചകന്മാർ ഏതെങ്കിലും 2 ആളത് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ആരൊക്കെയാണ്? മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, അതുപോലെ തുലൈഹത്തുബിനു ഖുവൈലിദുൽ അസദി, അതുപോലെ സജാഹ്. ഏതെങ്കിലും 2 ആളെ പേര് മാത്രം അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്തുകൾ എന്തൊക്കെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്തുകൾ നോക്കാം. ഒന്നാമത്തത്, ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. രണ്ടാമത്തത്, ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം. 3, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. നാലാമത്തത്, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പനത്തോട്ടം അതുപോലെ ബൈത്തുൽ മാലിലേക്ക് നൽകണം. അഞ്ചാമത്തത്, നാം പാല് കുടിക്കുന്ന ഒട്ടകം, ഭക്ഷണം പാകം ചെയ്യുന്ന തളിക, ഉപയോഗിക്കുന്ന പുതപ്പുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കണം. ഇതൊക്കെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്തുകൾ. ഇനി നാലാമത്തെ ചോദ്യമാണ്, ഉലുൽ അസുമുകളായ പ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു? സയ്യിദുന നൂഹ്, സയ്യിദുന ഇബ്രാഹിം, സയ്യിദുന മൂസ, സയ്യിദുന ഈസ, സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരൊക്കെയായിരുന്നു ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. അഞ്ചാമത്തത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹ. ഇവരൊക്കെയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികൾ. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? 63. അപ്പോൾ അവിടെ 63 എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, അദ്ഖിലുൽ ഹബീബ
ഇലൽ ഹബീബ്. അപ്പോൾ അവിടെ ഇലൽ ഹബീബ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര്. ഉമർ റളിയല്ലാഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്തായിരുന്നു? ഹന്തമ. അപ്പോൾ അവിടെ ഹന്തമ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു അവർ ഇരുവരും. അപ്പോൾ അവിടെ അവർ ഇരുവരും എന്നുള്ളതാണ് എഴുതാനുള്ളത്. ആരൊക്കെയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും. ഇനി അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ഖുലഫാ ഉർ റാഷിദീങ്ങൾ. അപ്പോൾ അവിടെ ഖുലഫാ ഉർ റാഷിദീങ്ങൾ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് നാലാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അതിൽ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം. എന്തായിരുന്നു പറഞ്ഞത്? അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെയാണ്? ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെയാണ്? ഉത്തരം ഹിജ്റ 11 മുതൽ 40 വരെ. മൂന്നാമത്തെ ചോദ്യം, അധികാരം ഏറ്റ് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? എന്താണ്? ഉസാമ ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. അപ്പോൾ ഉസാമ ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അധികാരം ഏറ്റ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു? ഉത്തരം നുബുവത്തിൻ്റെ 6-ാം വർഷം. അഞ്ചാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചൊരിക്കൽ നബി പറഞ്ഞത് എന്താണ്? ഉത്തരം ഖത്താബിൻ്റെ മകനെ, താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അവിടം വിട്ട് പിശാച് മറ്റൊരു വഴിക്ക് പോകും. ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. വലിയ ഡാഷ് ബുദ്ധിമാനും ഡാഷ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് പൂരിപ്പിച്ചതും എങ്ങനെ വരും? വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.